വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ട്. ഇപ്പം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. പക്ഷേ ഇന്ന് തീരുന്നത് വെച്ചാൽ ഈദ് ഷോപ്പിംഗ് പാർട്ട് 3 ആണ്. നമുക്ക് ഈദ് ഷോപ്പിംഗ് പാർട്ട് 2 ഇട്ടത് ഫൈനലിനായിപ്പോയി. ഞാൻ അറിയാണ്ടത് അടിച്ചു പോയതാണ് ഗൈസ്. അപ്പോൾ പാർട്ട് 2ഉം പാർട്ട് 1 കാണാനുള്ളത് ഇപ്പം തന്നെ പോയി കണ്ടിട്ട് ഈ വീഡിയോ ഒന്ന് കാണാം. പിന്നെ ഇവിടെ വെച്ചിട്ട് ഞാൻ റീലെടുത്തേണ്ട ആ റീലും കൂടി ഇപ്പം ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് സംശയം. പിന്നെ ഞാൻ കയറി വന്നപ്പോൾ ഒരു സംഭവം കണ്ട്, സിംഹാസനം. അവിടെ ഞാൻ കയറി വന്നപ്പോൾ കണ്ടുന്നില്ല, താഴ്ന്ന ആദ്യം കണ്ടിട്ട് അവിടെ കാണാത്ത പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വന്നാണ്. സുമിച്ച അവിടേക്ക് ഉണ്ട് ഗൈസ്. അത് പിന്നെ ട്രailer റൂമിലാണ്. ഞാൻ മേലോട്ട് കയറണം, താഴെ പോയി കാണിക്കണമെന്ന് എനിക്ക് സംശയം. ഞാൻ മേലെ കയറി കാണിക്കണം. ഞാൻ ഇവിടുത്തെ ഒരാളെ എന്നോട് കൂടുതൽ അടുപ്പം കാണിച്ചു തരണുണ്ട്. ഞാൻ എന്ന് ചെന്നാണ് ഞാൻ ചെറുതായിട്ട് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. സോറി ഗൈസ്. ഞാൻ ഇപ്പം എവിടെയൊക്കെ കാണിക്കണ്ടെന്ന് എനിക്ക് ഡൗട്ട്. ഞാൻ മേളിൽ കാണിക്കണോ ഉമ്മച്ചിയോട് വയ്ക്കാം. അപ്പം മേളിൽ ആദ്യം കാണിച്ചത് മേളിലോട്ടുള്ള വഴി ഇങ്ങനെയാണ് കേട്ടോ. കാരണം ചിലപ്പോൾ പേടിച്ചിട്ട് ക്യാമറ ഒക്കെ പിടിക്കണ കൈ കൊണ്ട് വിറച്ചൊക്കെ പിടിച്ചിട്ട് ഞാൻ ക്യാമറ പിടിക്കണേ. താഴോട്ട് പോകണം, മേലോട്ട് പോകണം, മേലോട്ട് തന്നെ പോവാല്ലേ? മേലോട്ട് തന്നെ പോവാം ഗൈസ്. ഇതൊരു മിററുണ്ട്. അവിടെ കുറേ കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഞാൻ ഈ കടയുടെ പേര് പറഞ്ഞില്ലോ എന്ന് എനിക്ക് ഓർമ്മ. ഷീലോഞ്ച് എന്ന് പറഞ്ഞ കടയിലാട്ടാണ്. ഷീലോഞ്ച് എന്ന് പറഞ്ഞ കട പെരുമ്പാവൂർ തന്നെയാണേ. താഴോട്ട് നമുക്കധികം നോക്കാം. ഉമ്മച്ചി ഇവിടെ നിന്നാ ഗൈസ്. ഉമ്മച്ചി ഇവിടെ തന്നെ ഉണ്ടാവും ഗൈസ്. ഞാൻ ഗൈസിനെ താഴെ കാണിച്ചിട്ട് അടുത്തോട്ട് നമ്മൾ കുഴപ്പമുണ്ടോ? എടുക്കണേനല്ല കുഴപ്പമുണ്ടോ? ബാക്കി പുറത്താണ് ഗൈസ്. ഈ വീഡിയോയിൽ ഞാൻ എടുക്കണേന് എന്തെങ്കിലും വലിയ മിസ്റ്റേക്ക് ഉണ്ടായി എന്നത് പുറക്കണേ. ഗൈസ് അത് ഇവിടെ പേര് എന്താ അവർ ചോദിച്ചു എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരെന്താന്ന്. അപ്പോൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കട്ട് ചെയ്താണേ. ബാപ്പിച്ചി പാർക്ക് ചെയ്തേക്കണ അവിടെയാതാ കാണിച്ചത്. കടയിലൊക്കെ കയറുമ്പോൾ ഇങ്ങനെ ആൾക്കാരില്ല. ഞാനിങ്ങനെ പറയുന്ന ഞാൻ വിചാരിച്ചില്ല ഗൈസ്. ഭയങ്കര സന്തോഷമായി. സീനോട് ഫോണിൽ വിളിച്ചോക്കെ ഷാപ്പി പാർക്ക് വണ്ടി ഒന്ന് കയറിയിട്ട് ബാക്കിൽ വണ്ടി ഉണ്ട്. ഷാപ്പി വണ്ടി പാർക്ക് ചെയ്തേക്കണം അവിടെ ആയിട്ട്.